എല്ലാവർക്കും രേഷ്യൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കോവൽ കൃഷിയുടേതാണ്. അപ്പോൾ കോവൽ എങ്ങനെ നടാമെന്നുള്ളതും അതിൻ്റെ വളപ്രയോഗവും അതിൻ്റെ വിളവെടുപ്പുമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോവലിന് മഴക്കാല സംരക്ഷണം എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ മഴക്കാലത്ത് കോവൽ കൃഷിയിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുമായിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതാണ് നമ്മുടെ കോവൽ കൃഷി. അപ്പോൾ ഇപ്പോഴും ഈ മഴക്കാലത്ത് ഈ കോവൽ കൃഷിയുടെ അവസ്ഥ കണ്ടില്ലേ ഇലകളൊക്കെ മഞ്ഞളിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ മഞ്ഞളിച്ച് നിൽക്കുന്ന ഇലകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഫസ്റ്റിൽ ചെയ്യേണ്ടത്. കണ്ടില്ലേ ഇതെല്ലാം നല്ലവണ്ണം മഞ്ഞളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പിയാക്കിയിട്ട് ഇതിനെ വയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതൊന്നും ചെയ്യാത്തത് കാരണമാണ് നിങ്ങളുടെ കോവൽ കൃഷിയൊക്കെ ഇങ്ങനെ നശിച്ചു പോകുന്നത് മഴക്കാലത്ത്. അപ്പോൾ ഇതൊക്കെ ഇതിനെ നല്ല രീതിയിൽ സംരക്ഷിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മഴക്കാലത്തും നല്ല രീതിയിൽ വിളവ് എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്നതാണ് ഒരു പ്രാവശ്യം നല്ല രീതിയിൽ വിളവ് തന്നിട്ട് പിന്നെ വിളവൊന്നും തരുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലായ്പ്പോഴും ഇതിൽ നിന്ന് വിളവ് എടുക്കാവുന്നതാണ്. ചിലരൊക്കെ പറയാറുണ്ട് ഈ മഴക്കാലത്ത് കോവൽ ഉണ്ടാവുന്നില്ല എന്നുള്ളത്. പക്ഷെ നോക്കിയേ ഈ മഴക്കാലത്തും കൂടി നല്ലതായിട്ട് കോവൽ ഇതിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക മഴക്കാലത്തും നമുക്ക് കോവൽ നല്ല രീതിയിൽ വിളവെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണെന്നുള്ളത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ വിത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ തണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ വിളവ് ലഭിക്കുന്ന തണ്ടുകൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ തണ്ട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റിൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കണം അതിൽ നല്ല കോവക്ക പിടിക്കുന്ന തണ്ടാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആ വിത്ത് സെലക്ട് ചെയ്തിട്ട് നടുക എന്നുള്ളത്. സത്യം പറഞ്ഞാലുണ്ടല്ലോ പച്ചക്കറി കൃഷി ആരംഭിക്കാൻ താല്പര്യമുള്ള ഒരാൾക്ക് ഏറ്റവും ആദ്യം തിരഞ്ഞെടുക്കാവുന്ന ഒരു കൃഷിയാണ് കോവൽ കൃഷി എന്ന് പറയുന്നത്. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇവിടെ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് തണ്ടുകൾ നടുന്ന സമയത്ത് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വേണം നട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഈ മഴക്കാലത്ത് നല്ല രീതിയിൽ വിളവ് ലഭിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇതിന് ഉണ്ടാകുന്ന ഈ മോശമായ അതായത് മഞ്ഞളിച്ച ഇലകളും അതിൻ്റെ ചെറിയ ചെറിയ തണ്ടുകളൊക്കെ ഞാൻ എല്ലാ ദിവസവും കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ദിവസവും ഒരു നേരം ഇതിനടുത്ത് പോയിട്ട് ഇതിനെ പരിപാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല വിളവ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ചീഞ്ഞ തണ്ടുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. കൂട്ടമായി നിൽക്കുന്ന ഇലകളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും പോയിട്ട് കട്ട് ചെയ്ത് കൊടുത്താലുണ്ടല്ലോ കൂടുതൽ ശിഖരങ്ങൾ വരികയും അതിൽ നിറച്ചും പൂക്കൾ പിടിക്കുകയും അതൊക്കെ കായ്കളാവുകയും ചെയ്യുന്നതാണ്. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. പിന്നെ ഞാൻ ഈ മഴക്കാലത്ത് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദിവസവും ഒരു ദിവസം പഴകിയ കഞ്ഞിവെള്ളം ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ നല്ല വലിപ്പമുള്ള കോയക്ക ലഭിക്കുന്നതാണ്. ഇത് തീർച്ചയാണ്. എൻ്റെ ഇതിലുണ്ടാകുന്ന കോയക്കെല്ലാം നല്ല വലിപ്പമുള്ള കോയക്കയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ദീർഘകാല വിളയാണ്. 3 വർഷം വരെയൊക്കെ ഇത് നമ്മൾക്ക് നല്ല രീതിയിൽ വിളവ് തരുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല പന്തലിട്ട് കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത്. പിന്നെ അരി കഴുകിയ വെള്ളവും പിന്നെ പയറ് പരിപ്പ് പിന്നെ ഉഴുന്ന് ഇതൊക്കെ കഴുകിയ വെള്ളമൊക്കെ ഞാൻ ദിവസവും ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ട് ഒഴിക്കാറുണ്ട്. അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. അത് മറ്റൊരു കാര്യമാണ്. പിന്നെ ഇതുപോലെയുള്ള ശിഖരങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കട്ട് ചെയ്ത് കൊടുത്താൽ പുതിയ ശിഖരങ്ങൾ വരികയും അതിൽ നിറച്ച് കായ്കൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഇത് ചെമ്മീനിൻ്റെ വേസ്റ്റാണ്. ഇത് ഞാൻ
ഈ കോവക്കയുടെ തടത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ചുമ്മാ കൊണ്ടുപോയി അതിനടുത്തായിട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല, അതിന് ഒരു രീതിയുണ്ട്. അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോവക്കയുടെ ചെടി. ഇതിന് ദൂരത്തായിട്ട് വേണം നമ്മൾ കുഴി കുഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെമ്മീൻ്റെ വേസ്റ്റ് മാത്രമല്ല കേട്ടോ, മീനിൻ്റെ വേസ്റ്റും നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഈ ചെമ്മീനിൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കുഴിയിലേക്ക് വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഒന്നുകൂടി ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെണ്ണീര് അല്ലെങ്കിൽ ചാരം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പേപ്പറിൻ്റെ കഷണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മണ്ണ് കൊണ്ട് ഇതുപോലെ മൂടിക്കൊടുക്കും. ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ നല്ല വിളവ് ലഭിക്കുന്നതാണ് തീർച്ച. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കല്ല് വെച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ പിന്നെ ഇത് നായോ പൂച്ചയോ വന്നിട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് കല്ല് വെച്ച്. ഇനി കോവക്കയ്ക്ക് കായ്ച്ചയുടെ ശല്യം ഉണ്ടാകാറുണ്ട്, കണ്ടില്ലേ? കോവക്കയുടെ ഇത് കായ്ച്ചയുടെ ശല്യമാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഇതിന് തളിച്ചു കൊടുത്താൽ നമുക്ക് കായ്ച്ചയുടെ ശല്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ മഴക്കാലത്തൊക്കെ ഇതിന് ചെയ്യുന്നത്. അതുകൊണ്ട് നിറച്ചും കായകൾ പിടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? നിറച്ചും കായകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലെ ചെയ്യുക കേട്ടോ. അടുക്കളത്തോട്ടത്തിൽ കോവൽ ഉൾപ്പെടുത്തി നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ നമ്മൾ കോവലിൻ്റെ മോശമായ ഇലകളും മഞ്ഞ പിടിച്ച ഇലകളും അതിൻ്റെ ചീഞ്ഞ തണ്ടുകളൊക്കെ പറിച്ചളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒക്കെ വിളവെടുപ്പ്. നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം തൊണ്ടാട്ടം നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം തൊണ്ടാട്ടം തൈര് മുളക് തൊണ്ടാട്ടം തൊണ്ടാട്ടം നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം തൊണ്ടാട്ടം നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം തൊണ്ടാട്ടം നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം തൊണ്ടാട്ടം മസാല പൂക്കളെന്നാൻ ദർശൻ പഠിച്ചാണ് മസാല പൂക്കളെന്നാൻ ദർശൻ പഠിച്ചാണ് പിന്നാനടി പിന്നാനടി പത്തുഞ്ചത്താതെ പിന്നാനടി പിന്നാനടി പത്തുഞ്ചത്താതെ നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം ഉണ്ടാക്കി നമ്മൾ തൈര് മുളക് തൊണ്ടാട്ടം ഉണ്ടാക്കി കോവലിൻ്റെ വിളവെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല ഇത്രയും കോവൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ല ഈ മഴക്കാലത്തും നമ്മൾ കോവലിൽ നിന്ന് ഒരുപാട് വിളവ് ലഭിക്കുന്നതാണ് എന്നുള്ളത്. പലരും പറയുന്നതാണ് ഈ മഴക്കാലത്ത് കോവൽ കിട്ടുകയില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പോൾ നോക്കി ഈ മഴക്കാലത്തും കൂടി ഇത്രയും കോവൽ നമുക്ക് ഈ കോവൽ ചെടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്നും കൊണ്ട് വിഷമിക്കേണ്ട, ഏത് കാലാവസ്ഥയിലും നമുക്ക് കോവൽ വിളവ് എടുക്കാവുന്നതാണ്. അപ്പോൾ മനസ്സിലായില്ലേ, മഴക്കാലത്തും ഒരു മടിയുമില്ലാതെ ഇഷ്ടം പോലെ വിളവ് തരുന്ന ഒരു പച്ചക്കറിയാണ് കോവൽ എന്നുള്ളത്. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം? മെഴുക്കുപുരട്ടി ഉണ്ടാക്കാം, തോരൻ, തീയൽ, അവിയൽ, സാമ്പാർ, ഇതൊക്കെ ഉണ്ടാക്കാം. ഇനി ഇതിൻ്റെ ഇലകളും നമുക്ക് ഉപ്പേരിയാക്കാം കേട്ടോ. അപ്പോൾ കോവയ്ക്ക ഉണ്ടല്ലോ നമ്മളുടെ പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ ഇൻസുലിനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രമേഹ രോഗികൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു പച്ചക്കറിയാണ് കോവയ്ക്ക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ കൃഷി ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളുടെ ആദ്യ കൃഷി പരീക്ഷണം കോവലിൽ തന്നെ ആകട്ടെ. അടുക്കളത്തോട്ടത്തിൽ കോവൽ ഉൾപ്പെടുത്തി നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് എല്ലാ മാസങ്ങളിലും എല്ലാ കാലാവസ്ഥകളിലും നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും
ഒരു തണ്ടെങ്കിലും നിങ്ങൾ കോവൽ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുക. ഈ മാസങ്ങളിലൊക്കെ കോവൽ നടേണ്ട സമയമാണ്. അപ്പോൾ ഞാൻ നട്ടത് 1 വർഷം ആവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതൊരു 3 വർഷം വരെ ഇതിൽ തന്നെ തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം നട്ടിട്ട് 3 വർഷമെല്ലാം കഴിയുകയാണെങ്കിൽ, വിളവ് കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും മെയിൻ ബ്രാഞ്ചസ് നമ്മൾക്ക് ആ സ്ഥലത്തു നിന്ന് തന്നെ പറിച്ച് കട്ട് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് നട്ടു കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ കോവൽ കൃഷി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മഴക്കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മഴക്കാലത്തും വിളവെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും കാണാവുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.